വയനാട് തുരങ്കപാത പദ്ധതിക്ക് തുടക്കം. വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിച്ച് ഓൺ ചെയ്തു. 48 മാസം കൊണ്ട് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പാത യാഥാർത്ഥ്യമായാൽ താമരശ്ശേരി ചുരം ഒഴിവാക്കാനും യാത്രാ ദൂരം 35 കിലോമീറ്റർ ലാഭിക്കാനുമാകും. മലബാറിന്റെ വികസന രംഗത്ത് ഏറ്റവും വലിയ കുതിപ്പ് നൽകുന്ന പദ്ധതി എന്ന രീതിയിലാണ് തുരങ്കപാതയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന്റെ ബ്ലാസ്റ്റിംഗ് കർമ്മം നിർവഹിച്ചത്. ആദ്യ 3 സൈറണുകൾ മുഴങ്ങി. സൈറണുകൾക്ക് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും ഒപ്പം ഇതേ സമയത്ത് തന്നെ ഇവിടെ നിന്നും 200 മീറ്റർ അപ്പുറയുള്ള ബ്ലാസ്റ്റിംഗ് സൈറ്റിൽ പാറയുടെ തുരക്കൽ ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ ശബ്ദത്തോടു കൂടിയുള്ള പാറ കഷ്ണങ്ങൾ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായ തുടക്കം ആയിരിക്കുന്നു. ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ കട്ട് ആൻഡ് കവർ എന്ന രീതിയിലാണ് തുരങ്ക നിർമ്മാണം നടക്കുക. കൃത്യമായ അളവിലും ആഴത്തിലും പാറ തുറക്കുന്നതിനായി ആധുനിക റോക്ക് ഡ്രിൽ ബൂമറുകൾ ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വിദഗ്ധരായ ഈ ടണൽ നിർമ്മാണത്തിൽ ഏറ്റവും വിദഗ്ധരായ കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ ബൃഹത്തായ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കട്ടിയുള്ള പാറ ആയതിനാൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി പുരോഗമിക്കും. 48 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് കൊങ്കൺ റെയിൽവേയും കിഫ്ബിയും വ്യക്തമാക്കുന്നു. ചില ടണലുകളിൽ നമ്മുടെ സോയിൽ കണ്ടീഷൻ വേരിയിങ് സോയിൽ, അതായത് മാറി മാറിയുള്ള സോയിൽ കണ്ടീഷൻ ആയിരിക്കും. ചില സ്ഥലത്ത് വളരെ വീക്ക് സോയിൽ ആയിരിക്കും, ചിലപ്പോൾ ഹാർഡ് റോക്ക് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജി. അല്ല എന്നുണ്ടെങ്കിലും ഈ മെത്തഡോളജി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫിലോസഫി. ഇതിൻ്റെ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു റോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പെരിഫറി, എക്സ്പോസ്ഡ് പെരിഫറി, അതിനെ തന്നെ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് മാറ്റുകയാണ്. അതിന് ഷോർട്ട്ക്രീറ്റ് ചെയ്യുന്നു, അതിന് റോക്ക് ബോൾട്ട് ചെയ്യുന്നു, അത് തന്നെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അങ്ങനെ അത് സപ്പോർട്ടിംഗ് സിസ്റ്റം, അതിനുശേഷം ആണ് നമ്മൾ അടുത്ത സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളൊരു കോൺക്രീറ്റ് ലൈനിങ് കൂടെ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം. അതാണ് ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തഡോളജി. മലയോര മേഖലയുടെ സ്വപ്ന പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നതെന്ന് തിരുവമ്പാടി MLA ആയ ലിൻഡോ ജോസഫ് പറയുന്നു. ഇലക്ഷൻ സ്റ്റണ്ട് എന്നടക്കം പലരും പരിഹസിച്ച പദ്ധതിയാണ്. ഈ പദ്ധതി എത്തുന്നതോടുകൂടി മലയോര മേഖലയിൽ നിന്നും ആളുകൾ കുടിയിറങ്ങുന്നതിന് പകരം കുടിയേറ്റത്തിന്റെ പുതിയ പ്രവണതയിലേക്ക് വയനാടും കോഴിക്കോടിന്റെ മലയോര മേഖലകളുമൊക്കെ മാറുകയും ചെയ്യുമെന്ന് ലിൻഡോ പറയുന്നു. ഇത് ഗവൺമെന്റിന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തുരങ്കപാത, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കം. അതൊരു സംസ്ഥാന ഗവൺമെന്റ് മാത്രം ഫണ്ടിങ്ങിൽ 2134 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ജനം അറിയണമല്ലോ. അതിന്റെ കഴിഞ്ഞ ഓഗസ്റ്റ് 31, അതായത് 2025 ഓഗസ്റ്റ് 31 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം കഴിയും. ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, അത് ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് ഈ കോടിക്കണക്കിന് രൂപ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ചെലവഴിക്കുന്നതല്ലോ. അവരോട് നമ്മൾ എന്താ പറയുക? ഇത്രയും വലിയ നമ്മുടെ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രൊജക്ടിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റ്, അതൊരു നിർണായക ഘട്ടമാണ്, ഒരു മെയിൻ. അതായത് പാറ തുരക്കാണ്. ബാക്കി അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് പാറയിലേക്ക് എത്തുക. ആ തുരക്കുന്ന ആ പ്രവൃത്തി അത് ലോകത്തെ അറിയിക്കുക. അത് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ കേരളത്തിന്റെ ഫ്യൂച്ചറിന് വലിയ സഹായകരമാവുന്നതാണ്. കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കിയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഏറ്റവും വലുതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. 8.73 കിലോമീറ്ററാണ് ഈ തുരങ്കപാതയുടെ ആകെ ദൈർഘ്യം. കിഫ്ബിയിൽ നിന്നും 2134.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 4 വർഷം കൊണ്ട് ഈ പദ്ധതി നടപ്പിലാവും എന്നാണ് സർക്കാർ പറയുന്നത്. എന്തായാലും ബംഗളൂരുവിലേക്ക് അടക്കം കോഴിക്കോട് നിന്നുള്ള യാത്ര അനായാസമാകും. വിനോദസഞ്ചാര രംഗത്തും ആരോഗ്യ രംഗത്തും അടക്കമൊക്കെ വലിയ പുരോഗതിയാകും ഈ വയനാട് തുരങ്കപാത സാധ്യമാവുന്നതോടുകൂടി ഉണ്ടാവുക.
ഒരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് താമരശ്ശേരി രൂപതാധ്യക്ഷൻ റെമജിയോസ് ഇഞ്ചനാനിയിൽ വയനാട് തുരങ്കപാത മലബാറിന്റെ വികസന രംഗത്ത് കുതിപ്പുണ്ടാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തിയും വികസന കാഴ്ചപ്പാടുകളുമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ. കപട പരിസ്ഥിതി സ്നേഹികളാണ് പദ്ധതിയെ എതിർത്തതെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. വയനാട് തുരങ്കപാത അതിൻ്റെ ഒരു വിജയകരമായ അല്ലെങ്കിൽ ആദ്യ ബ്ലാസ്റ്റിംഗിലേക്ക് നീങ്ങുമ്പോൾ നമുക്കൊപ്പം താമരശ്ശേരി രൂപതാധ്യക്ഷനുണ്ട്. പക്ഷേ ഒരുപാട് വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ തുരങ്കപാത യാഥാർത്ഥ്യമാണ്. താങ്കളൊക്കെ അടക്കം ആദ്യം മുതൽ വളരെ സജീവമായി ഇതിനുവേണ്ടി നിലനിന്ന ആളാണ്. ഈ ആദ്യ ബ്ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ എന്ത് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നുണ്ടല്ലോ, വലിയ സന്തോഷം. നമുക്ക് ഇതിനെതിരെ നിൽക്കുന്ന ധാരാളം സോക്കോൾഡ് പ്രകൃതി സ്നേഹികളുണ്ട്. പക്ഷേ അതിനപ്പുറത്തായിട്ട് മനുഷ്യസ്നേഹികളുടെ ഒരു സംരംഭമാണ്. ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു വഴി തുറന്നു കിട്ടുമ്പോൾ നമുക്ക് എത്രയോ ആഹ്ലാദമാണ്. CM ആദ്യത്തെ മിനിസ്ട്രിയിൽ ഈ ഒരു ആവശ്യം അന്നത്തെ MLA ആയ ജോർജ് സാറ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ എത്തി ഈ ഇങ്ങനെ ഒരു നിവേദനം നൽകുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് അന്ന് മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത്. ഈ 10 വർഷം എടുക്കുകയാണ് എങ്കിലും സാധിക്കുന്നുണ്ടല്ലോ. അത് വലിയൊരു അനുഗ്രഹത്തിന്റെയും വലിയ ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളാണ് നമുക്കുള്ളത്. കൃതജ്ഞതയോടുകൂടിയാണ് നിരവധി ആളുകൾ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിയോടും കൂടെയുള്ള ജോർജ് ഏട്ടന്, മറ്റ് MLA ലിൻഡോ, കൂടെ പ്രവർത്തിച്ചവർ, അവരുടെ എല്ലാം കഠിനാധ്വാനമാണ്, പരിശ്രമമാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. എല്ലാവരോടുള്ള കൃതജ്ഞത സൂക്ഷിക്കുകയാണ്. ഇത് എത്രയും വേഗം പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. ഈ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിനെന്ന് താങ്കൾ പറഞ്ഞിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഇത് നടപ്പിലായതെന്ന്, അല്ലേ? തീർച്ചയായിട്ടും ഒരു വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വമാണല്ലോ അദ്ദേഹം. അത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് പുരോഗതി ഉണ്ടാകുന്നത് പഴഞ്ചൻ തത്വശാസ്ത്രങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ടല്ല, കാലം മാറുന്നതനുസരിച്ച് പ്രത്യയശാസ്ത്രങ്ങളും മാറണമെന്നുള്ളതിന് കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണല്ലോ ഇത്. അത് തന്നെ മതിയല്ലോ. ഈ ആളുകൾ അന്ന് ഇലക്ഷൻ സ്റ്റണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ബ്ലാസ്റ്റിലേക്ക് കടന്നാൽ 48 മാസം അല്ലെ, അവർ കൊങ്കൺ റെയിൽവേ ആണ് ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു ഏജൻസിയാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇനിയും താങ്കളടക്കമുള്ളവർക്കില്ല, അല്ലേ? തീർച്ചയായിട്ടും സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇതിന്റെ സർവേയുടെ പ്രോജക്റ്റ് തിരുവാമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ കളിയാക്കിയവരുണ്ട്. ഇതിന്റെ പ്രോജക്റ്റ് കളിയാക്കും. നമുക്കൊരു സാധ്യതകളുള്ളത് പ്രയോജനപ്പെടുത്താമല്ലോ. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. നമുക്ക് സാധ്യതയുണ്ടല്ലോ. നാം എന്തിനാ ഒരുപക്ഷെ അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ദൈവത്തിനെ അറിയാൻ പാടുള്ളൂ. അത് ദൈവമാണല്ലോ എല്ലാം നിശ്ചയിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കഴിയുന്ന വിധത്തിൽ ഒരു പ്രോജക്റ്റ് വന്നു, സ്വപ്ന പദ്ധതിയാണ്, മുന്നോട്ട് നീങ്ങുക. അതാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഈ തിരുവമ്പാടി അടക്കമുള്ള ഇടങ്ങളിൽ ഈ ഒരു വികസന പദ്ധതി സ്വാധീനം ചെലുത്തുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തിരഞ്ഞെടുപ്പ് ഇതുമായിട്ട് കൂട്ടി എനിക്ക് പറയാൻ സാധിക്കുകയില്ല. വികസനം എപ്പോഴും പ്രധാനപ്പെട്ടതാണല്ലോ. അതാണ് നാടിന് നൽകുന്നത്. ആ മേഖലയിലാണ് നാം എപ്പോഴും സമീപിക്കുന്നത്. ഈ സഭയ്ക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല. ഈ പല പ്രചാരണങ്ങളും നേരത്തെ വരുന്നുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സഭ ചില നിർദ്ദേശങ്ങൾ പല മുന്നണികളോടും വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രചാരണത്തിൽ ഉണ്ടോ? അത് ഈ പ്രോജക്റ്റിനെ പറ്റി ആളുകൾ പറയുന്നില്ലേ, ഇതെല്ലാം വെറുതെയാണ്, അങ്ങനെയാണെന്നൊക്കെ ഊഹാപോഹങ്ങളാണല്ലോ എപ്പോഴും പ്രചരിപ്പിക്കുന്നത്. അതിന് വലിയൊരു പ്രസക്തി ഇല്ലല്ലോ. ആളുകൾക്ക് തോന്നുന്നത് പ്രചരിപ്പിക്കുന്നു. സത്യം എപ്പോഴും ശക്തമായിട്ട് നിൽക്കും. ഈ UDFന്റെ കാര്യമായാലും LDFന്റെ കാര്യമായാലും സഭ അങ്ങനെ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാറില്ല. ഞങ്ങള് തെരഞ്ഞെടുപ്പിൽ ഇടപെടേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും അതൊക്കെ ഒരു രാഷ്ട്രീയം മറ്റു മേഖലകളിലാണ്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇടപെട്ടാൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുന്നോട്ട് പോകുക? അത് രാഷ്ട്രീയക്കാരുടെ ജോലിയല്ലേ, അവർ തീരുമാനിക്കട്ടെ. എന്തായാലും വലിയൊരു വികസന പദ്ധതിയാണ് നടപ്പിലാവുന്നത്. ഈ പദ്ധതിക്ക് വേണ്ടി ആദ്യ ഘട്ടം മുതൽ നിലയുറപ്പിച്ച ഒരു ആൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് വലിയ സന്തോഷത്തിലാണ് താമരശ്ശേരി രൂപതാധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.